ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞണ്ട് കറിയായിട്ടാണ്. തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ഞണ്ട് കറി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എൻ്റെ കൈയും കാലൊക്കെ നമുക്കിതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിക്ക് കഴുകി നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി നല്ലതുപോലെ ചൂടായ ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കാവൂ. ഇനി അതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2-3 പച്ചമുളക് നരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴണ്ട് വന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് അതിലേക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. സവാള മീഡിയം ഒന്നാണ് എടുത്തിട്ടുള്ളത്, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, നമ്മുടെ കറിയൊക്കെ മധുരിക്കും. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ അരപ്പിന് വേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണം മാറി വരുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി മൂത്ത് വന്ന ശേഷം അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ ഒരു കൊച്ചു സ്പൂണിൻ്റെ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം മാറി വരുന്നിടം വരെ ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്നിടം വരെ ഇളക്കിയെടുക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് മൂത്ത് വന്ന ശേഷം അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. എരിവ് വേണമെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നതിന് വരെ ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ടിട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നല്ലതുപോലെ അരപ്പിനകത്ത് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്, തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ട് നല്ലതുപോലെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഞണ്ട് മുങ്ങത്തക്ക പാകത്തിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നിങ്ങൾ ഞണ്ട് എടുക്കുന്നത് അതിൻ്റെ പാകത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇട്ട് ഞണ്ട് കറി വെക്കുന്നതാണ് എനിക്കിഷ്ടം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി നമ്മുടെ ഞണ്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ചെറിയ പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അപ്പം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും ഒരു 5-6 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ തേങ്ങയുടെ അരപ്പിനകത്ത് കിടന്ന് ഞണ്ട് വേകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5-6 മിനിറ്റായി നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരും. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തു, നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളൊരു തവണയെങ്കിലും കുടംപുളി ഇട്ടൊരു ഞണ്ട് കറി തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ്. ബൈ.